തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പാളിച്ചകളിൽ എഐസിസിക്കും കടുത്ത അതൃപ്തി. രാഹുൽ ഗാന്ധി തന്നെ ഇത് സംബന്ധിച്ച് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തി. എ.കെ. ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. മുമ്പ് ജില്ലാ ചുമതലയുണ്ടായിരുന്ന നേതാക്കളും കോൺഗ്രസ് എംഎൽഎ അടക്കമുള്ളവരും ശശി തരൂരിനെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നാണ് പരാതി. വട്ടിയൂർക്കാവ് എംഎൽഎ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ പ്രചരണം താളം തെറ്റിയിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു. മുമ്പ് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന നേതാവ് അന്നത്തെ ഭാരവാഹികളെ ഉപയോഗിച്ച് പ്രചരണം അട്ടിമറിക്കുകയാണെന്ന ആരോപണം വരെ ഉയർന്നു. NSS നേതൃത്വത്തിന്റെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നത്. പ്രചരണത്തിലെ മെല്ലപ്പൊക്ക് സംബന്ധിച്ച് എഐസിസിക്ക് പരാതി നൽകിയെന്ന വാർത്ത ശശി തരൂർ നിഷേധിച്ചെങ്കിലും ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ വിളിയെത്തി. തിരുവനന്തപുരത്ത് പ്രചരണത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നായിരുന്നു കെപിസിസി പ്രസിഡന്റ് രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശം. ഇതിനു പിന്നാലെ എ.കെ. ആന്റണിയും വിഷയത്തിൽ ഇടപെട്ടു. തിരുവനന്തപുരം മണ്ഡലത്തിൽ വീഴ്ച എന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം. അവിടെ ശ്രീ തരൂർ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്രീ ശശി തരൂരിനോട് സംസാരിച്ച് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ്. അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. കൊച്ചു വീഴ്ചകൾ പോലുണ്ടെങ്കിലും ആര് ചൂണ്ടിക്കാണിച്ചാലും ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. പ്രചരണത്തിലെ പാളിച്ചകൾക്ക് DCC പ്രസിഡന്റിനെതിരെയാണ് ആദ്യം ആരോപണം ഉയർന്നതെങ്കിൽ പിന്നീട് ഇത് കോൺഗ്രസിന്റെ MLA-ക്കെതിരെയും ശക്തിപ്പെടുകയായിരുന്നു. ചില പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കൾക്കെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഭീഷണി ചില ജില്ലാ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ പ്രചരണം നിയന്ത്രിക്കുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.